രാത്രി ഷിഫ്റ്റ് എപ്പോഴും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പെട്രോൾ പമ്പ് ശാന്തമായിരിക്കും, പക്ഷേ ആ ശാന്തതയ്ക്കുള്ളിൽ എന്തോ അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. അന്ന് രാത്രി ഏകദേശം 2 മണിയായിരുന്നു. വാഹനങ്ങൾ ഒന്നുമില്ല. ലൈറ്റുകൾ മങ്ങിയും കാറ്റ് മാത്രം ശബ്ദമുണ്ടാക്കി. കൗണ്ടറിൽ ഇരിക്കുമ്പോൾ ദൂരത്ത് ഒരു ലൈറ്റ്. പതുക്കെ ഒരു ബൈക്ക് എത്തി. ഹെൽമെറ്റ് ധരിച്ച ആളാണ്. മുഖം കാണാനായില്ല. ഒന്നും സംസാരിച്ചില്ല. കൈകൊണ്ട് മാത്രം ഫുൾ ടാങ്ക് കാണിച്ചു. പെട്രോൾ നിറയ്ക്കുമ്പോൾ എനിക്ക് അസാധാരണമായ തണുപ്പ് തോന്നി. ചുറ്റും ആരുമില്ലെങ്കിലും ആരോ നോക്കുന്നതുപോലെ. പണം വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ അവന്റെ കൈ വളരെ തണുത്തിരുന്നു. ബൈക്ക് പോയതിനു ശേഷം എനിക്ക് സംശയം തോന്നി. ക്യാമറ തുറന്നു നോക്കി. സ്ക്രീനിൽ ഞാൻ മാത്രം നിൽക്കുന്നു. എന്റെ മുന്നിൽ ആരുമില്ലായിരുന്നു. ആ രാത്രി മുതൽ ഞാൻ രാത്രി ഷിഫ്റ്റ് ഒഴിവാക്കി. രാത്രി വൈകിയപ്പോൾ പമ്പിലെ ചെറിയ ഷോപ്പ് അടയ്ക്കാൻ തയ്യാറായി. കൗണ്ടർ ക്ലീൻ ചെയ്ത് ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ പോകുമ്പോൾ വാതിൽ സ്വയം പതുക്കെ തുറന്നു. ആരും വന്നില്ലെന്ന് കരുതി. പക്ഷേ ഷെൽഫിൽ നിന്ന് ഒരു ചിപ്സ് പാക്കറ്റ് താഴേക്ക് വീണു. അടുത്തത് ഒരു ബോട്ടിൽ. എനിക്ക് പേടി തോന്നി. പുറത്തേക്ക് നോക്കി, പമ്പ് ശൂന്യം. വീണ്ടും അകത്തു വന്നപ്പോൾ കൗണ്ടറിൽ പണം. ആരും ഇല്ലെങ്കിലും വസ്തുക്കൾ ഇല്ലാതായി. ക്യാമറ പരിശോധിച്ചപ്പോൾ സ്ക്രീനിൽ ഒരു നിഴൽ കടയിൽ നടക്കുന്നു. പക്ഷേ അന്ന് എന്റെ കണ്ണിൽ ഒന്നും പെട്ടില്ല. അന്നു മുതൽ ആ കടയിൽ ഒറ്റയ്ക്കിരിക്കാൻ ഞാൻ പേടിച്ചു. രാത്രി 3 മണിയായിരുന്നു. പെട്രോൾ പമ്പ് മുഴുവൻ ശാന്തം. ദൂരത്ത് വാഹനങ്ങളുടെ ശബ്ദം പോലും ഇല്ല. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. ആരും ഉള്ളെന്നു തോന്നി. വാതിൽ തട്ടിയപ്പോൾ ശബ്ദമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് അകത്തുനിന്ന് വെള്ളം ഒഴുകുന്ന ശബ്ദം. ലൈറ്റ് മിന്നിമറഞ്ഞു. ഭയം തോന്നിയെങ്കിലും വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായി ലോക്ക് സ്വയം തുറന്നു. അകത്ത് കയറിയപ്പോൾ ആരുമില്ല. വെള്ളം ഒഴുകുന്ന ശബ്ദം പെട്ടെന്ന് നിർത്തി. കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്റെ പിന്നിൽ ഒരു നിഴൽ. തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യം മാത്രം. പുറത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ വാതിൽ പതുക്കെ അടഞ്ഞു. അടുത്ത ദിവസം മുതൽ ആ ടോയ്ലറ്റ് പ്രവർത്തിച്ചില്ല. മെക്കാനിക് വിളിച്ചെങ്കിലും പ്രശ്നം കണ്ടെത്താനായില്ല. ആ ദിവസത്തിനു ശേഷം ആ ടോയ്ലറ്റ് നീണ്ടകാലം അടച്ചുതന്നെയിരുന്നു.